ഹായ് ഹലോ എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഒരുപാട് നാളായി അല്ലേ ഹെയർ കെയർ ചാലഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഹെയർ കെയർ ചാലഞ്ചിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ, ഒരു 15 ഡേയ്സ് അത്ര. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ചാലഞ്ചിനെ പറ്റിയിട്ട്. അതായത് മിച്ചമുള്ള ദിവസം എങ്ങനെയൊക്കെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്ന്. എൻ്റെ മുടി ഒന്ന് ഷോർട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് തിരക്കായതുകൊണ്ടും ഇവിടെ മഴക്കാലമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനലിൽ കയറിയിട്ട് ഹെയർ കെയർ ചാലഞ്ച് ഡ്യൂറിങ് റെയിനി സീസൺ അത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ആഴ്ചയ്ക്ക് എപ്പോഴും കഞ്ഞിവെള്ളം, പിന്നെ ഇത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക, ഉലുവ വെള്ളം, ഹെയർ സ്പ്രേസ് ഉപയോഗിക്കുക. ഓക്കെ, ഉലുവ വെള്ളം, കറിവേപ്പിലയുടെ വെള്ളം, വേപ്പിലയുടെ വെള്ളം, പിന്നെ മുരിങ്ങയുടെ വെള്ളം, ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഓക്കെ, ഇപ്പോൾ 90 ഡേയ്സ് ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതേ ഒരു ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ മുടിയിൽ ചില ഹെയർ കെയർ ചാലഞ്ച് കംപ്ലീറ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാണ്ടാവുന്നതും ഇടയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോറി വ്യൂവേഴ്സ്. പിന്നെ ഞാൻ ഇനിയും ഒന്ന് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ സമ്മർ ഹെയർ കെയർ റൂട്ടീനിലോട്ടാണ് കടക്കുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ പിന്നെയൊക്കെ ഞാൻ എല്ലാം കെയർ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ റിസൾട്ട് അറിയിക്കുന്നതാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ തിരിച്ച് പിന്നെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന്, അതായത് ഓഡിയൻസ്, എൻ്റെ ചാനലിൽ നോക്കുന്നവർക്ക് ഞാൻ എന്താ പറയണമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് തുടരുക. ഓക്കെ, ഞാൻ പഴയ വീഡിയോസ്, അതായത് 77 വീഡിയോസ് വരെ കാണിച്ചിട്ടുള്ളതെല്ലാം ഹെയർ പാക്സ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വർക്കായ ഒരു ഹെയർ പാക്സൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ മുടിയിൽ പരീക്ഷിക്കുക. നിങ്ങൾക്ക് വല്ല മുടി കൊഴിച്ചിലുണ്ട്, താരനധികമായി, പിന്നെ മുടിയിലൊരു ടെക്സ്ചർ മാറ്റം വന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ആ ഒരു ഹെയർ കെയർ പാക്സൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇനി മുമ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെയർ സ്പ്രേസ് ഉപയോഗിക്കാം. ഓണിയൻ ജ്യൂസ് നിങ്ങൾക്ക് വർക്കാവുകയാണെങ്കിൽ, നിങ്ങളുടെ മുടിയിലും തലയോട്ടിയിലും ഒക്കെ വർക്കാവുകയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എല്ലാവരും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് അതിൻ്റെ ഒന്നും സ്മെല്ല് ഇഷ്ടപ്പെടാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് ഞങ്ങളുടെ മുടി ആരോഗ്യത്തിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ ഷോൾഡർ വരെ ഉണ്ടായിരുന്നു അല്ലേ, 1 ഇഞ്ച് വരെ ഇനി നീണ്ട് വളർന്നേനെ. അതാണ് ഒരു പ്രോപ്പർ ലെങ്ത് എന്ന് അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഹെയർ ലെങ്ത് എന്തുണ്ടായിരുന്നു അതിന് ഞാൻ വീണ്ടെടുത്തേനെ അല്ലേ. അപ്പം
ഞാൻ പറയുന്നത്, ഞാൻ ഹെയർ കെയർ ചാലഞ്ച് എന്നെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് മുടിയിൽ ഇങ്ങനെ മാറ്റങ്ങളും, എനിക്ക് ചില ഹെയർ പാക്ക് ഏതൊക്കെയാണ് സൂട്ടാകുക, എങ്ങനെയാണ് ഞാൻ ഹെയർ കെയർ കൊണ്ടുപോകേണ്ടത് ഇൻ ഫ്യൂച്ചർ എന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ കെയർ ചാലഞ്ചിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഹെയർ കെയർ മെത്തഡൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം ഒരു താരൻ പ്രശ്നമുള്ളവർ, പിന്നെ മുടി കൊഴിച്ചിൽ പ്രശ്നമുള്ളവർക്ക് അങ്ങനെ ഹെയർ പാക്സ് ഒക്കെ ഉപയോഗിച്ച് മാറ്റിക്കളയാവുന്നതാണ്. പിന്നെ ഫുഡിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട്. ഓക്കെ, ഡയറ്റൊന്നും എടുക്കാണ്ടേ ഇരിക്കുക. ഓക്കെ, എപ്പോഴും അതൊരു ഹെൽത്തി ആയിട്ടാണ് നോക്കേണ്ടത്. പാകത്തിന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യോഗ പോസ്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് യോഗയുടെ പറ്റി ഇടാത്തത്. ഓക്കെ, പിന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ടെൻഷന്, പിന്നെ ഒരു ഓവർ തിങ്കിങ്, ഇങ്ങനെയൊക്കെ ഇതിലും ഇപ്പോൾ ഹെയർ കെയർ ആയാലും ശരി, സ്കിൻ കെയർ ആയാലും ശരി, നെയിൽ കെയർ, നിങ്ങൾ എന്തിനെ പറ്റിയിട്ടും കെയർ എടുക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ഓർത്ത് ഇരിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ വരുന്നത് അത് തന്നെയാണ്. ടെൻഷൻ എടുക്കാതിരിക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, പിന്നെ ആങ്സൈറ്റി ഇഷ്യൂസ് അത് കുറയ്ക്കുക, പിന്നെ എപ്പോഴും കാമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റും. എപ്പോഴും കാം മൈൻഡോടെ നമുക്ക് തിങ്ക് ചെയ്ത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പോസിറ്റീവായിട്ട് ഇരുന്നാലേ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് നടക്കുകയുള്ളൂ. അത് മുടി വളർച്ചയുടെ കാര്യത്തിലായാലും ശരി, സ്കിൻ കെയർ, പിന്നെ അങ്ങനെ. ഓക്കെ, ലൈഫിൽ പല പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉൾപ്പെടാറുണ്ട്. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നാച്ചുറലായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കി നടത്തുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മുടിയിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് മിനിമം ലെങ്ത്തേ കിട്ടിയിട്ടുള്ളൂ. ഒരു 1.5 ഇഞ്ചോളം മാത്രമേ വളർന്നിട്ടുള്ളൂ. എൻ്റെ ഒരു മുടിയുടെ ടെക്സ്ചർ അങ്ങനെ ആവാം. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കേട്ടോ എൻ്റെ മുടിയിൽ. അതായത് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടായി, ഒരുപാട് മുടി കൊഴിച്ചിൽ വന്നു. ഓക്കെ, പിന്നെ കുറച്ച് മാത്രമേ മുടി വളർന്നുള്ളൂ. അത് ഡീറ്റെയിലായി കടക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുടിയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.